എൻ്റെ നെയ്ബേഴ്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും എബ്രോഡ് പോയി. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഇന്ന് ഒരു സിനിമ കാണാൻ പോവാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള UK ഒക്കെ എന്ന് പറഞ്ഞ സിനിമ തൃപ്പൂണിത്തുറയിലാണ്. അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. റിച്ചുവിന്റെ ഫേവറേറ്റ് സോങ് സിനിമയിലുണ്ട്. ഏതാ റിച്ചുവിന്റെ ഫേവറേറ്റ് സോങ്? ഒരിടയ്ക്ക് വെച്ചിട്ട് എവിടെ പോയാലും അലക്സ പ്ലേ രസമല്ലേ, ഓക്കെ ഗൂഗിൾ പ്ലേ രസമല്ലേ, എന്താ റിച്ചു പറ? Risa Mali from United Kingdom of Kerala plays a show playing on YouTube Music. റിച്ചു നല്ല ഉറക്കമാണ്. ഇനി റിച്ചുവിനെ വിളിച്ചുണർത്തണം. സാധാരണ ഞങ്ങൾ എല്ലാ സിനിമയും തുടങ്ങി കഴിഞ്ഞിട്ടാണ് കയറാറ്, പക്ഷെ ഇന്ന് ഞങ്ങൾ കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട്. ഇഷ്ടമാണ്. അപ്പൊ പ്രോബ്ലം എന്താ? സമ്മാനം കൊടുക്കാനാ. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇറങ്ങാൻ നേരമാണ് സിനിമയിൽ അഭിനയിച്ച കുറച്ച് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സംസാരിക്കുന്ന പുള്ളി അതിൽ അഭിനയിച്ച ഒരു ആക്ടറാണ്. പിന്നെ നായിക ഉണ്ടായിരുന്നു, പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഫിലിമിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, അരുൺ വൈഗ. പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് വീടെത്തി. നല്ല സിനിമയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും സിനിമയുടെ ഡയറക്ടറും പിന്നെ അതിൽ കുറച്ച് അഭിനയിച്ച ആൾക്കാരും നായികയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചു. അതിൽ മെയിൻലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും ഇപ്പം കേരളത്തിൽ നിന്ന് എബ്രോഡ് പോവുകയാണല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ടൊരു പറയുന്ന പോയിൻറ്റ്. അപ്പോൾ ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ എൻ്റെ നെയ്ബേഴ്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും എബ്രോഡ് പോയി, അല്ലെങ്കിൽ പോകാൻ വേണ്ടി പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് പിന്നെ ഇതുവരെ അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ വാ, അല്ല അത് പഠിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഇത് പോയവരാണെങ്കിലും അത് പഠിച്ചിട്ട് ഇങ്ങനെ നോക്കൂ, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോട്ടിവേഷനൊക്കെ തരും. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അതിൽ നായകനൊക്കെ പറയുന്ന പോലെ കുറേയൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു നാടും പിന്നെ ഇപ്പം ഞങ്ങൾ എറണാകുളത്താണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എപ്പം പേരൻസിനെ കാണാൻ പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകാനൊക്കെ പറ്റും. അപ്പം നമ്മൾ ഇവിടുന്ന് പോയി വീട്ടിലോട്ട് കയറുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ ഒരു എല്ലാം മെയിൻലി പേരൻസിനെ ഇട്ടിട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കാൻ ഒരു പറ്റായിക കാരണമായിരിക്കും എന്തോ എബ്രോഡ് പോകണം എന്നൊന്നും ഇതുവരെ തോന്നാത്തത്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ജോലി ഉള്ളത് കാരണം അങ്ങനെ പോകണം എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം എല്ലാവരും പറഞ്ഞാലും സാരമില്ല, ഞങ്ങളിവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമുക്കങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അതിലെ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു, കണക്ട് ചെയ്യാൻ പറ്റി സിനിമ. നിങ്ങളും പോയി കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. അതുപോലെ നിങ്ങളും ഇതുപോലെ എബ്രോഡ് പോകാനാണോ നാട്ടിൽ നിൽക്കാനാണോ ഇഷ്ടം, അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.